പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മുടെ കേരള PSC 5-ാം തീയതി എന്ന് പറയുമ്പോൾ 5/5/2023 നടത്തിയിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്ന SSLC ലെവൽ മെയിൻസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീയാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഏതൊക്കെ ഉത്തരങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. കൂടാതെ ഈ പരീക്ഷ എഴുതിയ നിങ്ങൾ ആരെങ്കിലും ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അതെന്ത് ചെയ്യുക, ആ മാർക്കൊന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എഴുതിയവരുടെയൊക്കെ മാർക്ക് ഇതിൽ കമൻ്റായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാനും എളുപ്പമായിരിക്കും. ഒരു ഉദ്ദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഇടനാടെന്നാണ് അല്ലേ, ഇടനാടാണ്. അതുപോലെ തന്നെ 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് ഉപദ്വീപ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ വരയാടുകൾക്ക് പ്രസിദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതേതാണ്, അത് ഇരവികുളമാണ് അല്ലേ, ഇരവികുളമാണ്. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ് അല്ലേ. മാർത്താണ്ഡവർമ്മ പാലം പെരിയാർ നദിക്ക് കുറുകെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? അത് പരുത്തി തുണി വ്യവസായമാണ്. പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത്. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? നമുക്കറിയാം പ്രതിമകളുടെ നഗരം എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റാച്യൂസ് എവിടെയാണുള്ളത്? തിരുവനന്തപുരത്താണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം അറിയാമോ? ഏറ്റവും വലിയ കൽക്കരിപ്പാടം അത് ഝാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാർഖണ്ഡിലാണ്. അടുത്ത ഹരിതമിത്ര പുരസ്കാരം ഏതിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പോൾ ശ്രദ്ധിക്കുക, ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഏതിനാണ്? നമുക്കറിയാം പച്ചക്കറി കർഷകനാണ് എന്ത് ചെയ്യുന്നത്, ഹരിതമിത്ര പുരസ്കാരം കൊടുക്കുന്നത് പച്ചക്കറി കർഷകനാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം അത് ജോഗ് വെള്ളച്ചാട്ടമാണ് അല്ലേ, ജോഗ് ഫോൾസ് ആണ് അല്ലേ. ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. കേരളത്തിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്ന എവിടെയാണ്? കേരളത്തിൻ്റെ കാശ്മീർ നമുക്കറിയാം അത് മൂന്നാറാണ് കേരളത്തിൻ്റെ കാശ്മീർ. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിനേഷൻ ഏതാണ്? ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിനേഷൻ കോവാക്സിൻ ആണ് അല്ലേ, കോവാക്സിൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അത് പള്ളിവാസലാണ്, പള്ളിവാസൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് എന്നാണ് അല്ലേ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? അത് പോത്തുകലാണ് അല്ലേ, പോത്തുകലാണ്. പോത്തുകൾക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് വൃത്തി കൂടുതലാണ്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? പോത്തുകലാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര നമുക്കറിയാം അത് ഓപ്ഷൻ ബി ആണ്, ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാലക്കുടി പുഴയാണ് ഷോളയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് പൂക്കോട് തടാകമാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കോഴിക്കോടാണ് അല്ലേ. കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദണ്ഡി കടൽപ്പുറം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദണ്ഡി കടപ്പുറം എവിടെയാണ്? ദണ്ഡി കടപ്പുറം നമുക്കറിയാം ഗുജറാത്തിലാണ് ദണ്ഡി കടപ്പുറം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച ആരാണ്? നമുക്കറിയാം കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച ആരാണ്? ഈ പറയുന്നതിൽ കെ കേളപ്പൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 22ാമത്തെ ചോദ്യം, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏതാ? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏത് എന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് റെയിൽവേ, കമ്പിത്തപാല്, പോലീസ്, വാർത്താവിനിമയം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നവയിൽ പോലീസാണ് ഇതിൽ സംസ്ഥാന ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതാണ്? പോലീസാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത രവികുമാർ ദഹിയ ഏതു മേഖലയുമായി അല്ലെങ്കിൽ ഏത് ഇനവുമായി ബന്ധപ്പെട്ടതാണ് രവികുമാർ ദഹിയ എന്ന അടുത്ത ചോദ്യം. രവികുമാർ ദഹിയ ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ് രവികുമാർ ദഹിയ? ഐഡിയ ഉണ്ടോ? ഓപ്ഷൻ ഡി ആണ്, സ്പോർട്സ് ആണ് അല്ലേ. രവികുമാർ ദഹിയ സ്പോർട്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രവികുമാർ ദഹിയ. ഉത്തരവാദിത്വ ഭരണകാലത്ത് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ നിയമിക്കപ്പെട്ടത്
ഏത് കമ്മീഷനാണ്? സൈമൺ കമ്മീഷനാണ് കേട്ടോ. ഉത്തരവാദിത്വ ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനായി നിയമപ്പെട്ടത് സൈമൺ കമ്മീഷനാണ്. ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ്? അത് സിവിൽ ആജ്ഞ ലംഘനമാണ്, അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് ആണ് അല്ലേ. ഗാന്ധി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ചതാണ് സിവിൽ ഡിസൊബീഡിയൻസ്. കോട്ടയത്തെ രാജാവ് ഈ പറയുന്നവയിൽ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, പഴശ്ശി രാജാവിനെയാണ്. കോട്ടയം രാജവർമ്മ നമുക്കറിയാം അല്ലേ. കോട്ടയം രാജാവ് ആരായിരുന്നു? ഈ പറയുന്നവയിൽ പഴശ്ശി രാജാവാണ്. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന സ്ഥലം ഏതാണ്? ഈ പറയുന്നവയിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്ന സ്ഥലം ഏതാണ്? ഈ പറയുന്നവയിൽ ഓപ്ഷൻ ബി ആണ്, മലബാർ ആണ് കേട്ടോ. മലബാറാണ് ബരിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നത്, മലബാറാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത, വൈക്കം സത്യാഗ്രഹത്തിന് തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധി ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്ത ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കറാണ് അല്ലേ. പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കറാണ് തമിഴ്നാട്ടിൽ നിന്നും പങ്കെടുത്ത വ്യക്തി എന്ന് പറയുന്നത്. 29, സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? സ്വാമിത്തോപ്പ് നമുക്കറിയാം, വൈകുണ്ഠസ്വാമി അല്ലേ, അതിൽ തന്നെ ഒരു സ്വാമിയുണ്ട്. സ്വാമിത്തോപ്പ് എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമിയുടെ സ്ഥലമാണെന്ന് നമുക്കറിയാം. അടുത്ത, മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഈ പറയുന്നവയിൽ ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 4A ആണ് അല്ലേ. 4Aയിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷനാണ്. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് രാമകൃഷ്ണ മിഷനാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ പറയുന്നവയിൽ ആരാണ്? ഇതിൽ മുഹമ്മദ് റിയാസ് ആണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? മുഹമ്മദ് റിയാസ് ആണ്. തിരുവിതാംകൂർ അമേരിക്കൻ മോഡൽ ഭരണം സംവിധാനം ചെയ്തത് ആരാണ്? തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നമുക്കറിയാം, അത് CP രാമസ്വാമി നായരാണ് അല്ലേ. CP രാമസ്വാമി നായരാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് CP രാമസ്വാമിയാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? അറിയാമോ? അത് ആര്യാപള്ളമാണ് കേട്ടോ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച വ്യക്തിയുടെ പേര് ആര്യാപള്ളമാണെന്ന് അറിഞ്ഞിരിക്കുക. സ്പീക്കർ രാജി സമർപ്പിക്കുന്ന ആർക്കാണ്? സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് അല്ലേ. ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സ്പീക്കർ രാജി സമർപ്പിക്കുന്നത്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ്, ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനം നമുക്കറിയാം, മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഉള്ളത് മധ്യപ്രദേശിലാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എല്ലാവർക്കും അറിയാം, അത് മുംബൈ ആണ്. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ഈ പറയുന്നവയിൽ ഏതാണ്? ക്രെഡിറ്റ് കാർഡിനെയാണ്. നമ്മൾ പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡിനെയാണ്. ലോകബാങ്കിൻ്റെ മറ്റൊരു പേരെന്താണ്? IBRD എന്നാണ് അല്ലേ. IBRD ആണ് ലോകബാങ്കിൻ്റെ മറ്റൊരു പേരാണ് IBRD. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയ ദാദാഭായ് നവറോജി ആയിരുന്നു. ജയിൽ ജീവിത ചെലവെന്ന ആശയം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ പറയുന്നവയിൽ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്തത് ആരാണ്? ആദ്യമായിട്ട് ദാദാഭായ് നവറോജിയാണ്. കറക്റ്റാണ്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ ജയിൽ ജീവിത ചെലവ് എന്ന ആശയം കൊണ്ടുവന്നതും ദാദാഭായ് നവറോജിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ നമുക്കറിയാം, പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? MS സ്വാമിനാഥനാണ് അല്ലേ. എന്നാൽ ലോകത്തിലാണെങ്കിൽ അത് നോർമൻ ബോർലോഗ്, മെക്സിക്കോക്കാരനായ നോർമൻ ബോർലോഗ്. ഇന്ത്യയിലാണെങ്കിൽ അത് MS സ്വാമിനാഥനാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ വെള്ളനാടാണ് കേട്ടോ. തിരുവനന്തപുരം. തിരുവനന്തപുരം വെള്ളനാടിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത്. ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡിയാണ് ഈ പറയുന്നതിൽ ചോദിച്ചിട്ടുള്ളത്. വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയപ്പുള്ള ജീവിയാണ് എന്നറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അതിൻ്റെ സ്രവമാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് കാണപ്പെടുന്ന ചുവന്ന സ്രവമാണ്. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീതത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നു? പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് അറിയാമോ? അത് മാപ്പിളപ്പാട്ടിൻ്റെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് പക്ഷിപ്പാട്ടും കപ്പപ്പാട്ടും ഒക്കെ. അടുത്ത് തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്നവയിൽ നെഹ്റു ട്രോഫി അല്ലെങ്കിൽ നെഹ്റു ഗോൾഡ് കപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫുട്ബോളാണ്. വേൾഡ് കപ്പ് ക്രിക്കറ്റാണ്. ആഗാഖാൻ കപ്പ് ഹോക്കിയാണ്. ഡേവിഡ് കപ്പ് ബാഡ്മിൻ്റൺ എന്ന് പറയുന്നതാണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി കേട്ടോ. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഈയിടെ അന്തരിച്ച
അകിത മിയാവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം പരിസ്ഥിതി, മിയാവാക്കി വനം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അകിത മിയാവാക്കി എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊരു പേരാണ്. അടുത്ത 2021 കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശത്ത് നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ടൗട്ടെ എന്നാണ് അല്ലേ? ടൗട്ടെ എന്നാണ്. ശ്രദ്ധിക്കുക, ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മെയ് 2021 കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇവിടെയൊക്കെ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് എന്ത്? ടൗട്ടെ. ടൗട്ടെ. അടുത്ത് OTTയുടെ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട്. ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം എന്നാണ് OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഓവർ ദി ടോപ്പാണ് OTT. കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ 49 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാനായി കഴിഞ്ഞത്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗത്തിന് അറിയപ്പെടുന്ന പേരാണ് ചെറുകുടൽ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? ചെറുകുടൽ എന്നാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം ഏതെന്ന് ചോദിച്ചാൽ അത് ജീവകം A ആണ് അല്ലേ? ജീവകം A ആണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ജീവകം A ആണ്. സങ്കരയിനത്തിൽപ്പെട്ട നെല്ല് ഈ പറയുന്നവയിൽ ഏതെന്ന് ചോദിച്ചാൽ അത് പവിത്ര എന്ന് പറയുന്നതാണ്. സങ്കരയിനത്തിൽപ്പെട്ട നെല്ല് ഏതാണ്? പവിത്രയാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ആനയാണ്. ഈ പറയുന്നവയിൽ ആനയാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലുള്ളത് ആനയാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം എന്താണ്? ഗ്ലൂക്കോസ് ആണ് അല്ലേ? പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോടിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോടിലാണ്. താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്നവയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്നതാണ് കോവിഡ് വാക്സിനായിട്ട് വരുന്നത്. അപ്പോൾ താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിനേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ജോൺസൺ ആൻഡ് ജോൺസൺ ആണ്. അറ്റോമിക് നമ്പർ 13 മാസ് നമ്പർ 22 ഒരു ആറ്റത്തിൻ്റെ എത്ര ന്യൂട്രോണുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 9 ന്യൂട്രോണാണ്. താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകമല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകമല്ലാത്തത് എന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. അടുത്ത ചോദ്യം, കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ചോദിച്ചാൽ അത് അൽനിക്കോയാണ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്. ഈ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇലക്ട്രിക് മോട്ടറും ഇലക്ട്രിക് ഫാനും അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറും ഒക്കെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. എന്നാൽ മൈക്രോഫോൺ എന്തല്ല കൂട്ടത്തിൽപ്പെടുന്നത് അല്ല. കാറ്റനേഷൻ എന്ന പദം ഏത് മൂലകത്തിൻ്റെ പ്രത്യേക സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ കാർബണിൻ്റെ പ്രത്യേക സ്വഭാവം കാണിക്കുന്നതാണ് കാറ്റനേഷൻ എന്ന് പറയുന്ന പദം. നക്ഷത്രങ്ങളെക്കുറിച്ച് 5 വർഷം പഠനം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആസ്ട്രോസാറ്റാണ്. നക്ഷത്രങ്ങളെക്കുറിച്ച് പഠനം പൂർത്തിയാക്കിയ 5 വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് ചോദിച്ചാൽ ആസ്ട്രോസാറ്റ് ആണ്. 2020 ഭൗതിക ശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം ചോദിച്ചാൽ അത് തമോഗർത്തമാണ്. 2020 തമോഗർത്തമാണ്. ലോകാരോഗ്യ സംഘടനയുടെ വസൂരി രോഗ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് 1980 മെയ് 8-നാണ് എന്ത് ചെയ്യുന്നത്? വസൂരി രോഗത്തിൻ്റെ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് 1980 മെയ് 8-നാണ്. കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം ചോദിച്ചാൽ അത് ജീവകം C ആണ്. കൊഴുപ്പിൽ ലയിക്കാത്തത്. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഇൻഫ്ലുവൻസയാണ്. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗമാണ് ഇൻഫ്ലുവൻസ. കുരങ്ങ് പനിയായി അറിയപ്പെടുന്നത് ഈ പറയുന്നവയിൽ ഏതാണ്? ഇതിൽ ആദ്യത്തെയാണ് കേട്ടോ. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നാണ് കുരങ്ങ് പനിയായി അറിയപ്പെടുന്നത്. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നാണ്. ലോക കൈക്കഴുകൽ ദിനം എന്നൊന്ന് ചോദിച്ചാൽ അതിപ്പോഴാണ് ഒക്ടോബർ 15. ലോക കൈക്കഴുകൽ ദിനം ഒക്ടോബർ 15. ശരി. അടുത്ത ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദേശീയ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പൂനെയിലാണ് അല്ലേ? പൂനെയിലാണ്. ഓപ്ഷൻ സി ആണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. പൂനെയിലാണ്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പൂനെയിലാണ്. DPT അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ്? അറിയാമോ DPT വാക്സിനേഷൻ? അത് ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ എന്നീ പറയുന്ന 3 സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനാണ് DPT വാക്സിൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 74ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവനശൈലി രോഗം ഏതാണ്? ജീവനശൈലി രോഗം അർബുദവും പ്രമേഹവും പക്ഷാഘാതവും ഒക്കെയാണ് ഈ പറയുന്നവയിൽ ജീവിതശൈലി രോഗം. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ അമൃതം ആരോഗ്യം. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് അമൃതം ആരോഗ്യം. ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് വീണ ജോർജ് ആണ് അല്ലേ? വീണ ജോർജ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം നമുക്കറിയാം കേരളമാണെന്നറിയാം. അടുത്ത TPRൻ്റെ പൂർണ്ണരൂപം എന്താണ്? TPR ടോട്ടൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നാണ്. TPRൻ്റെ ഫുൾ നെയിം എന്താണ്? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 2021 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? 2021 ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ബിൽഡിംഗ് എ ഫെയർ
അല്ലെങ്കിൽ ഫെയറർ ഹെൽത്തിയർ വേൾഡ് എന്നാണ് അല്ലേ. അപ്പോൾ 2021 ലോകാരോഗ്യ സംഘടനയുടെ സന്ദേശമാണ് ബിൽഡിംഗ് എ ഫെയറർ ആൻഡ് ഹെൽത്തിയർ വേൾഡ്. അടുത്ത മാത്സ് ആണ്. 81ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. 82ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്. 83 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി. ചോദ്യം നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. 83 ഓപ്ഷൻ സി ആണ്. 84ാമത്തെ ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ എ ആണ്. 85 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 86 ഓപ്ഷൻ എ ആണ്. 86 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. അടുത്ത 87 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്. 87 ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 88 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി. 88 ഓപ്ഷൻ സി. 89 ഓപ്ഷൻ ബി ആണ്. 89 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 90ാമത്തെ ചോദ്യം. 90ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. 91 കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് 92 അല്ലേ. 91ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. 92 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്. 93 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 93ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 93 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 94ാമത്തെ ചോദ്യമാണെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ്. 95 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ. 95 ഓപ്ഷൻ എ ആണ്. അടുത്ത 96 ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ഡി ആണ്. 96 ഓപ്ഷൻ ഡി ആണ്. 97ാമത്തേതാണെങ്കിൽ ക്യാൻസൽ ആയിട്ടുണ്ട്. 97 ചോദ്യം ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. 98ാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 99 ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 100ാമത്തെ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ഡി. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം നമ്മുടെ 10th ലെവൽ മെയിൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ആദ്യം ഇത് വേറെ ഇപ്പോൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും കാണുന്നതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല, കുറച്ച് ചോദ്യങ്ങൾ മനസ്സിലിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് വെച്ച് നമുക്ക് ഏകദേശം മാർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് വന്ന് തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.